അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ റെഡി ആയവരെല്ലാവരും ഒരു ഹാർട്ട് ഇമോജി ഇടുക. ഇനി ഇത് പറ്റാത്തവർക്ക് രണ്ടാമത്തെ മിസ്റ്റേക്ക് പറ്റാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതായത് എന്താണ്, പരീക്ഷയുടെ ഒരാഴ്ച മുൻപ് അല്ലെ 2 ആഴ്ച മുമ്പ് മാത്രമേ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. എത്ര പേർക്ക് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്? അവരെല്ലാവരും 2 എന്ന് പറഞ്ഞിടാം. പരീക്ഷയ്ക്ക് പഠിക്കാൻ കുറേ സമയം ഉണ്ടായിരുന്നു അല്ലെ. അതിന് ഏറ്റവും വലിയ ഫോൾട്ട് എന്താണ് മക്കളെ? ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്നാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ കുറേ കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇമ്പോസിബിൾ ആണ്, രണ്ടാമത് നിങ്ങൾക്ക് വലിയ സ്ട്രെസ് ആയിട്ടുള്ള കാര്യമാണ്. ആ സ്ട്രെസ് കാരണം നമുക്ക് പഠിക്കാൻ മൂഡും ഉണ്ടാവില്ല. മാത്രമല്ല ഇങ്ങനെ പെട്ടെന്ന് പഠിച്ചാൽ പഠിക്കും നിങ്ങൾ, പക്ഷെ പരീക്ഷ ഹാളിൽ ഇരിക്കും ഓർമ്മ വരില്ല. ആ ഒരു പ്രശ്നമുള്ളവരെല്ലാവരും ചിരിക്കുന്നു വെച്ചിട്ട് എല്ലാം പഠിച്ചു പോകും തലേന്ന്, പക്ഷെ പരീക്ഷ ഹാളിൽ ഒന്നും ഓർമ്മയില്ല പഠിച്ചാൽ അല്ലേ. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഓർമ്മയില്ല. നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ നോക്കുന്നതിന് പ്രശ്നമാണ്, അത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ, ഇത് രണ്ടും പറ്റാത്തവർക്ക് പറ്റിയ കാര്യമായിരിക്കും ഇത്. അതായത് എല്ലാം പഠിച്ചു, പക്ഷേ എക്സാമിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ മാത്രം ഓവർ കോൺസെൻട്രേറ്റ് ചെയ്തു പോയി. അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ്, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാതിനാൽ അതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് ചെയ്തു, ചോദ്യങ്ങൾ ചെയ്തു, അതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഫോക്കസ് ചെയ്തു. അങ്ങനെ ചെയ്താലും പ്രശ്നമാണ്. കാരണം എന്താണ്? കാരണം ഈ വർഷം നമ്മുടെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ നമ്മൾ മനസ്സിലായ കാര്യം എന്താണ്, ചോദ്യങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ആക്കി പോയ കുട്ടികൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ 3 മിസ്റ്റേക്സ് നമ്മൾ വരുത്തി, ഇറ്റ്സ് ഓക്കെ, എല്ലാവരും മിസ്റ്റേക്സ് വരും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ തിരുത്തി മുന്നോട്ട് പോകാൻ റെഡി ആണെങ്കിൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിൽ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം. ഓരോ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് പോസിബിൾ ആണ്, അത് നമ്മൾ വാങ്ങിച്ചെടുക്കും. ആകെ ചെയ്യേണ്ടത് ഈ 3 മിസ്റ്റേക്സ് തിരുത്തി ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി.